കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ ഗവർണറെ എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി. ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകി. സർക്കാർ പരിപാടികളിൽ ഇത് പാടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. അതേസമയം വിഷയത്തിൽ രാജ്ഭവൻ സർക്കാരിന് ഇന്നു തന്നെ മറുപടി നൽകും. ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന നിലപാട് രാജ്ഭവൻ അറിയിക്കും. വിവരങ്ങളുമായി വി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, സർക്കാർ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കരുത്, അതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് മറ്റു പരിപാടികളിൽ ഉപയോഗിച്ചോളൂ എന്ന് പറയാതെ പറയുന്നുവോ? പക്ഷേ നമുക്ക് അതിനെ അങ്ങനെ വിലയിരുത്താൻ സാധിക്കില്ല. കാരണം യൂണിവേഴ്സിറ്റി കോളേജിൽ മറ്റു പരിപാടികളാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു പരിപാടിയിൽ പോലും ഭാരതാംബയുടെ ചിത്രത്തെ വയ്ക്കുന്നത് ഡിവൈഎഫ്ഐയും SFI അടക്കമുള്ള ഒപ്പം തന്നെ ഇടതുപക്ഷ സംഘടനകളും അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതാംബയുടെ ചിത്രത്തെ പൂർണ്ണമായും ഇടത് നേതാക്കൾ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ വലത് നേതാക്കളും സമാനമായ രീതിയിൽ ഭയപ്പെടുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ഒരു ഔദ്യോഗിക എന്ന തരത്തിലേക്കാണ് മുഖ്യമന്ത്രി ഇന്ന് കത്ത് അയച്ചിരിക്കുന്നത്. കത്ത് രാജ്ഭവനിലേക്ക് അയച്ചിരിക്കുകയാണ്. നിലവിൽ ഭരണഘടനാ വിരുദ്ധമാണ് ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികൾ നടത്തുന്നത് എന്നതാണ് മുഖ്യമന്ത്രി ഉയർത്തുന്ന കത്തിലെ പ്രധാന വാദം. പക്ഷേ രാജ്ഭവൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. പല ഘട്ടങ്ങളിലായി രാജ്ഭവനിൽ നടന്ന സർക്കാർ പരിപാടികളും അനൗദ്യോഗികമായ പൊതുപരിപാടികളിൽ പോലും ഒരു കൃത്യമായ രീതിയിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ, കടുത്ത നിലപാടിലേക്ക് തന്നെ ഗവർണർ കടക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു വലിയ പ്രതിഷേധങ്ങൾ ഇടത് സംഘടനകളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് SFI, DYFI പോലുള്ള സംഘടനകൾ യൂണിവേഴ്സിറ്റി കോളേജിൽ കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ വലിയ പ്രതിഷേധം തീർക്കുമ്പോഴും ഗവർണർ എത്തില്ല എന്ന് ഒരു വിഭാഗം മാധ്യമങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഗവർണർ ഈ സെനറ്റ് ഹാളിലേക്ക് എത്തി അവിടെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. നിലപാട് ആ സമയത്തും ഗവർണർ വ്യക്തമാക്കുന്നുണ്ട്. ആശയപരമായി ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ആശയപരമായി തന്നെ ഈ കാര്യത്തെ നമുക്ക് ചർച്ച ചെയ്ത് അതിൽ പരിഹാരങ്ങൾ കണ്ടെത്താം എന്ന നിലപാട് ഗവർണർ വ്യക്തമാക്കുമ്പോഴും ചർച്ചയ്ക്ക് തങ്ങൾ ഇല്ല എന്ന ഒരു തരത്തിലേക്ക് തന്നെ ഇടതു സംഘടനകൾ മുന്നോട്ട് നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും സർക്കാർ തലത്തിൽ ഔദ്യോഗികമായ കത്ത് രാജ്ഭവനിലേക്ക് നൽകിയിരിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമാണ് ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രങ്ങൾ വയ്ക്കുന്നത് ഔദ്യോഗിക പരിപാടികളിൽ എന്നാണ് സർക്കാർ ഗവർണറെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ പരിപാടികളിലും പൊതുപരിപാടികളിലും നിലപാട് കടുപ്പിച്ചുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം വയ്ക്കും. നമ്മുടെ ദേശീയതയുടെ ഒരു പ്രതീകമാണ് ഭാരതാംബ ഒരു മതത്തിൻ്റെയോ ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ സംഘടനകളുടെയോ ഭാഗമല്ല. ആ ചിത്രത്തിന് ഒരു പൈതൃകമുണ്ട്, ഒരു തരത്തിലുള്ള ഐതിഹ്യങ്ങളുമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ദേശീയതയെ ഉണർത്തുന്ന തരത്തിലുള്ള ഭാരതാംബയുടെ ചിത്രത്തെ വയ്ക്കുന്നത് ഒരു കാരണവശാലും തടയാൻ സർക്കാരിന് ഔദ്യോഗികമായും അല്ലെങ്കിൽ പൊതുപരിപാടികൾ വയ്ക്കുന്നത് തടയാനും സാധിക്കില്ല. കാരണം നിലവിലെ സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ഭരണഘടനാ വിരുദ്ധമല്ലാത്ത ഒരു ചിത്രമാണ്. പ്രത്യേകിച്ച് രാജ്യത്ത് ഈ ചിത്രത്തിനെതിരെ നിരോധനവും മറ്റു സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു ഘട്ടം നിലനിൽക്കുന്നിടത്തോളം കാലം രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് പേർ പ്രാണനോട് ചേർത്ത് പിടിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തെ അതിനെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്ന നിലപാട് തന്നെയാണ് രാജ്ഭവൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്ഭവനിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ കത്ത് സർക്കാരിലേക്ക് കൈമാറും എന്ന് തന്നെ, ഇന്ന് തന്നെ കൈമാറും, അടിയന്തരമായി തന്നെ കൈമാറും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കത്തിന് കൃത്യമായ പൊതുപരിപാടികളിലും ചിത്രം വയ്ക്കും എന്നാണല്ലോ രാജ്ഭവൻ അറിയിക്കുന്നത്. അതായത് നിലപാട് കടുപ്പിക്കുന്നു, ഏതറ്റം വരെയും പോകാൻ തയ്യാറെന്ന് ഉറക്കെ പറയുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം, ഗവർണർ അത് പരസ്യമായി തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് കേരള സർവകലാശാലയിൽ മാത്രം ഒരു പ്രത്യേക അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്നതായിരുന്നു ഗവർണർ ഉയർത്തിയ ചോദ്യം. പ്രത്യേകിച്ച് സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുമ്പോൾ അത് ആർക്കാണ് നോവുന്നത്? ആ നോവുന്നതിന് പ്രധാന കാരണം എന്താണ്? ഒരു മതചിഹ്നമല്ല, ഒപ്പം
തന്നെ ദേശീയതയുടെ പ്രതീകമാണ്, ദേശീയത ഉയർത്തിപ്പിടിക്കേണ്ടത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണർ നടത്തിയത്. ആ ദേശീയതയുടെ ചിഹ്നത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ മുദ്രാവാക്യവുമായി താൻ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അടിവരയിടുന്ന തരത്തിലായിരുന്നു ഗവർണറുടെ ഇന്നലത്തെ പ്രസംഗം. അതുകൊണ്ട് തന്നെ കടുത്ത നിലപാടുകളുമായി ഗവർണറും മുന്നോട്ട് പോകുന്നു. ഇന്ന് സർക്കാർ നൽകിയിരിക്കുന്ന കത്തിന് കൃത്യമായ മറുപടി തന്നെ രാജ്ഭവനും ഗവർണറും നൽകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണദാസ്. ശരി, ഭാരതാംബയുടെ ചിത്രത്തിൽ ഗവർണറെ എതിർപ്പറിയിച്ച് കത്തയച്ചു ഗവർണർക്ക് മുഖ്യമന്ത്രി.